ഗുഡ് മോർണിംഗ്. ബിസിനസ് റെഗുലേഷൻ്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. ഡിസ്ചാർജ് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആകുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്, എൻഡ് ആകുന്നത്? എപ്പോഴാണ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്? അതായത് ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാലിഡ് ആക്സെപ്റ്റൻസും കൂടി വരികയാണെങ്കിൽ അവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നു. ഈ വാലിഡ് കോൺട്രാക്റ്റ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എപ്പോഴാണ് അവസാനിക്കുന്നത്? അത് പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. കോൺട്രാക്റ്റ് പല രീതിയിലും അതെന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യും. ഏതൊക്കെ രീതികൾ, ഏതൊക്കെ മോഡ്സ് ആണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാം. ആസ് പെർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, discharge of contract means termination of a contractual relationship between parties. ഓഫററും ഓഫറിയാണ് ഉണ്ടാകുക. അവരുടെ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? അതിനെയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. A contract is said to be discharged when it ceases to operate, that is, when the right and obligation created by it come to an end. അപ്പം ഓഫറിക്കും എന്തുണ്ട്, റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതെപ്പോഴാണ് അവസാനിക്കുന്നത് നോക്കാം. എ കോൺട്രാക്റ്റ് മേ ബി ഡിസ്ചാർജ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെ രീതിയിലാണ് ഈ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്? ബൈ പെർഫോമൻസ്. നമ്മൾ അറിയാം, ഒരു ഓഫററും ഓഫറും എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫുൾഫില്ല് ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്ന് പറയാം. അങ്ങനെ സാധാരണഗതിയിൽ അവരുടെ ഓഫറും എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താവും, അവസാനിക്കും. ഇപ്പോൾ എ ബിക്ക് എന്ത് ചെയ്യുന്നു, ഒരു വീട് വിൽക്കുന്നു 10 ലക്ഷം രൂപയ്ക്ക്. എ തൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബി എന്ത് ചെയ്യുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ എയും ബിയും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താവും, അവസാനിക്കും. അതാണ് ബൈ പെർഫോമൻസ്. രണ്ടാമത്തത് ബൈ എഗ്രിമെൻറ്റ്. ഒരു പുതിയൊരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, അവിടെ അവസാനിക്കും. മൂന്നാമത്തത് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക. നാലാമത്തത് പ്രോമിസ് ഫെയിലിംഗ് ടു ഓഫർ ഫെസിലിറ്റീസ് ഓഫ് പെർഫോമൻസ്, പരാജയപ്പെടുക, അവരുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഡെത്ത്, ആരെങ്കിലും ഒരാൾ മരണപ്പെടുക, ഓഫറിയോ മരണപ്പെടുക. ബൈ റെഫ്യൂസിങ് ടെൻഡർ ഓഫ് പെർഫോമൻസ്. ആ ടെൻഡർ ഓഫ് പെർഫോമൻസ് ഇവിടെയും എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഓതറൈസ്ഡ് ഓഫ് മെറ്റീരിയൽ ആൾട്ടറേഷൻ ഓഫ് കോൺട്രാക്റ്റ്, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ. ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, ഒരു പീരീഡ് കഴിയുമ്പോൾ. ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമപരമായിട്ട്. ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, എന്തെങ്കിലും കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലംഘിക്കുമ്പോൾ. ഈ രീതിയിലാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജിൽ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരാം. ഇതിൽ നിങ്ങൾ മെയിനായിട്ടുള്ള പോയിൻറ്റുകൾ നോക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് കോൺട്രാക്റ്റ് ക്യാൻ ഗെറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.